നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചൂട്. പാവം, അവക്ക് ഈ കുഞ്ഞുകാരി എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? രാജീവിനോട് ചോദിച്ചിട്ട് അങ്ങ് പോയാ പോരെ. അവളൊരു പഞ്ചപാവ കൃഷ്ണകുടി ചേട്ടാ. അവളോട് നമ്മൾ പെരുമാറിയനുസരിച്ച് അവള് തിരിച്ചിങ്ങോട്ട് പെരുമാറിയെന്നേ ഉള്ളൂ. കിട്ടി. ആ ചെക്കന് ഹാർട്ടിന്റെ പ്രോബ്ലം ചെയ്യേ. അതാവുമ്പോ പുറത്തറിയാൻ പറ്റില്ലല്ലോ. ഇതുപോലത്തെ എരണം കെട്ട വർത്തമാനം മേലാൽ ഇവിടെ കേട്ടാ ചേട്ടനെ നോക്കില്ല. ചാമട്ടി കൂട്ടിക്കളയാൻ എന്നെ ഒന്ന് പിടിക്കടി. അപ്പോ ഈ വീട്ടിൽ ഒരു സത്യം പറയാൻ പാടില്ലേ? ശരി ശരി, ഓക്കെ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. എന്താ ഒരു ടെൻഷൻ പോലെ? ആരായിരുന്നു ഫോണില്? കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമ അരവിന്ദ് സ്വാമിനാഥൻ. അയാളുടെ മകൻ ദീപക്കുമായിട്ടല്ലേ ശാരദാമ്മയുടെ മോള് ശ്യാമയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നേ? അതെ, അത് നടക്കാൻ പാടില്ല. മുടക്കണം. നീ ഇപ്പൊ ഈ അവസ്ഥയിലാകാൻ കാരണം ശാരദാമ്മയുടെ മോള് ശാലിനിയാ. മക്കൾ കരയുന്നത് കണ്ട് അവരുടെ നെഞ്ചു പൊള്ളണം. അരവിന്ദ് സ്വാമിനാഥൻ എന്റെ ഒരു പരിചയക്കാരന്. പോരെങ്കിൽ കായൽ തീരത്തെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ചില ബിസിനസ് ബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു ചെക്ക് വെച്ചാൽ അവിടെ വീഴും അരവിന്ദ് സ്വാമിനാഥന്റെ കായൽ റാണി ഗ്രൂപ്പ്. ദീപക്കും ശ്യാമയുമായുള്ള കല്യാണം വേണോന്ന് ഞാനൊരു വാക്ക് ചോദിച്ചാൽ അവിടെ അപ്പ അയാൾ ആ ബന്ധം വേണ്ടാന്ന് വെക്കും. അമ്മ അങ്ങനെ എന്തെങ്കിലും അയാളോട് പറഞ്ഞോ? വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചപ്പോ അയാളൊരു മീറ്റിംഗിലായിരുന്നു. തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ആ, അരവിന്ദ് സ്വാമിനാഥൻ വിളിക്കുന്നുണ്ട്. അമ്മയെ ഫോണിൽ എടുക്ക, ഞാൻ എടുക്കാം. എന്താ സരള മാഡം വിളിച്ചത്? സരളയല്ല, സരളയുടെ മോള് സുസ്മിതയാ. എന്താ മോളെ? ഞാൻ പറഞ്ഞിട്ട് അമ്മ വിളിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു അങ്കിളിനോട് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചാൽ എന്താന്ന്. പറഞ്ഞു മോളെ. അങ്കിളുടെ മോൻ ദീപക്കും ശാരദാമ്മയുടെ മകള് ശ്യാമയായിട്ട് കല്യാണം നിശ്ചയിച്ചിരിക്കല്ലേ? അതെ മോളെ. ആ കുട്ടിയെ പറ്റി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു സരള മാഡം. ഒന്ന് വിഷയനായിരുന്നു അങ്കിൾ. നല്ല കുട്ടിയാ ശ്യാമ. ഓ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുട്ടിയാ. നല്ല അടക്കവും ഒതുക്കവും വിനയവും അച്ചടക്കവും ഒക്കെയുള്ള കുട്ടിയാ. ഓ, അങ്കിളുടെ വീട്ടിലൊരു സ്വത്തായിരിക്കും അവള്. റൈറ്റ് ഡിസിഷൻ അങ്കിളെ, വളരെ നല്ല തീരുമാനം. അത് പറയാനാ വിളിച്ചത്. ഓക്കേ, താങ്ക് യു മോളെ. പിന്നെ ആന്റിയോട് എന്നെ അന്വേഷണം പറയണേ. ദീപക്കിനെ എന്റെ വിഷസ് അറിയിക്കാൻ വേണം. ഷുവർ മോളെ. കല്യാണ വിളിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അമ്മയും കൂട്ടി മോള് വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും അങ്കിളെ. എന്നാ വച്ചോട്ടെ മോളെ. ശരി അങ്കിളെ. നിനക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്തല്ലമ്മേ. കല്യാണം ക്ഷണിക്കാൻ അരവിന്ദ് സ്വാമിനാഥൻ വീണ്ടും വിളിച്ചെന്നിരിക്കും. ഞാനിപ്പൊ പറഞ്ഞതേ അമ്മ പറയാവൂ. ഒരു പെൺകുട്ടിയുടെ മംഗല്യയോഗം തടയാന്നൊക്കെ പറഞ്ഞ മഹാപാപല്ലേ അമ്മേ? അമ്മയ്ക്ക് എങ്ങനെ ഇത്ര ദുഷ്ടമനസ് വന്നു ഞാൻ ആലോചിക്കുന്നേ. കഷ്ടമുണ്ടമ്മേ. ദാ പറച്ചു നടന്നത് എവിടേക്കാണെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് കിട്ടിയാൽ മതി. അതാ ഈ ഭർത്താവെന്ന് പറയുന്നത്. എന്തൊക്കെ പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് പിടിച്ചു നിൽക്കാം. ചേച്ചി അനിയത്തിമാര് ഇവിടെ വന്നിരിക്കുക. എത്ര നേരമായിട്ട് ഞാൻ കഴിക്കാൻ വിളിക്കുന്നു. ശ്യാമയ്ക്ക് വേണ്ടെന്ന്. അതെന്താടി?
അമ്മ പോയി ഒരു പ്ലേറ്റിൽ ചോറും കറിയും എടുത്തോണ്ട് വന്നേ. ഇങ്ങോട്ടോ? ആ, ഇങ്ങോട്ട് തന്നെ. ഉം. എന്താടി? അമ്മ കാണും തോറും സങ്കടം കൂടി വരിക കുഞ്ഞേച്ചി. ഇടി പൊട്ടിപ്പെണ്ണെ, അതിന് അമ്മ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. എടി, അമ്മയ്ക്ക് നിന്റെ അടുത്തും നിനക്ക് അമ്മയുടെ അടുത്തും എപ്പോ വേണമെങ്കിലും വന്നൂടെ? എടി ദേ നോക്കേ, അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഞാനിപ്പോ ദൂരെയാ. എന്നാലും അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന ശീലങ്ങളൊക്കെ ആയിട്ട് അമ്മ ഓർക്കാത്ത ഒരൊറ്റ ദിവസം ഉണ്ടോ ജീവിതത്തില്? ഇല്ല. ദൈവത്തെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ഒപ്പം ഇല്ലാന്ന് ആരെങ്കിലും പറയോ? അതുപോലെ തന്നെയാ അമ്മ. നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഓടിയെത്തുകയും ചെയ്യും. ആ അമ്മ, കാര്യപരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഈ ശ്യാമ പറയുന്നതേ ഭക്ഷണം വേണ്ടാന്നാ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി അവളെ അങ്ങ് ഊട്ടുന്നു. അത്രേ ഉള്ളോ? ഇവളിപ്പോഴും എന്റെ കുഞ്ഞു ആവയല്ലേ? വാ തുറക്കടി. ഇനി ഞാൻ തുറക്ക്. ഒന്ന് ശ്വാസം വിടാൻ സമയം എന്താ? കഴിക്കടി. ആ, അയ്യോ. അമ്മേ, ഇനി എനിക്ക്. ആഹാ, അതിനെന്താടി? ആ, അടുത്തത് എനിക്കാ അമ്മ. കണ്ടില്ലേ? കുശുംബി. ആ, ഇത്തിരി കുശുമ്പൊക്കെ ആവാം. കഴിച്ചു. ആ, ഇനി ആർക്കാന്ന് വെച്ചാ പറഞ്ഞോണേ. പരാതിയും പരിഭവമൊന്നും പാടില്ല പിന്നെ. എന്താടി? ഇനി ഞങ്ങളുടെ അമ്മ കുട്ടിക്ക് കഴിക്കമ്മേ. ആ, കഴിക്കമ്മേ. ആദ്യം ഇത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇതാദ്യം. എന്നെ ഇങ്ങനെ കുഴപ്പിക്കല്ലേ മക്കളെ. ശരി, ആദ്യം ശ്യാമയുടെ കയ്യിൽ നിന്ന് വാങ്ങ, പിന്നെ ഞങ്ങള് തരാം. കഴിക്കമ്മേ. ആ, കൊടുത്തു. ഇനി ഞാൻ. നിക്കടി, ഞാനൊന്ന് ഇറക്കിക്കോട്ട്. ആ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.